മാസം ഉപയോഗിക്കാന്നും പറഞ്ഞു വാങ്ങിയതാണ്. അപ്പൊ നമുക്ക് ഇനി ചെരുപ്പ് വേണ്ട, ഇത് കളയാൻ പോവാണ് കേട്ടാ. നമുക്കിതേ ഇനി ചെയ്തെന്ന് നോക്കട്ടെ. ഇപ്പുറത്തുണ്ട്. നോക്കട്ടെ. ഗ്ലാസ്സാണ് കേട്ടോ. അപ്പൊ എവിടേക്കാ പോകേണ്ടത് എന്താ ഒന്നും അറിയില്ല കേട്ടോ. ഇവിടെയും ഗ്ലാസ് ചെയ്തിട്ട് എന്റെ മുഖം എന്റെ ഫിഗർ ഇതേ പോണോയ്ക്ക്. ഇത് നമ്മൾ പോത്തീസിന്ന് മേടിച്ചതാണ് കേട്ടാ. 3 മാസം ഉപയോഗിക്കാന്നും പറഞ്ഞു വാങ്ങിയതാണ്. ഇപ്പതേ 1 കൊല്ലം ആവാറായി. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇത് വാങ്ങുമ്പോ നല്ല വെള്ളയിരുന്ന് ശരിക്കും ഇതിന്റെ ഡിസൈൻ ശരിക്കും നമ്മൾ ചാണാത്തി ചവിട്ടൂലേ, സെയിം. ഞാൻ അന്ന് സേതുവിനോട് പറഞ്ഞു ഇത് മേടിക്കല്ലേ. സേതുവിന് എന്താണെന്നറിയില്ല, വേറെ ചുമപ്പൊക്കെ ഉണ്ടായി. ഇത് തന്നെ ഇഷ്ടം. പക്ഷെ കാണുന്നവരൊക്കെ എന്താ ചാണാനാണാ ചെളിയാണാന്നൊക്കെയാ ചോദിക്കണത്. അപ്പോ നമ്മൾ ഇന്ന് സേതുവിനൊരു ക്രോക്സ് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടാ. ഡ്യൂപ്ലിക്കേറ്റ് ക്രോക്സ് അത് വാങ്ങാൻ പോണേ. ഇതെങ്ങനെയും ഒന്ന് കളഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. എനിക്ക് മതിയെ ചെയ്തെണ്ണം കൊണ്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ ചെയ്തിട്ട് ഇത് ആൾക്കാർ നോക്കണ ചെളിയാണെന്നാ നോക്കണത്. കാരണം കഴിഞ്ഞ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് മാറ്റി വെച്ചു. പിന്നെ ഷൂ ആയിരുന്നു. ഇപ്പൊ മഴക്കാലം ആയല്ല, അപ്പൊ വീണ്ടും ഇത് ഇതാണെന്ന് തുടങ്ങി. അമ്മക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ല ഭയങ്കര ദേഷ്യമാണ് ഇതിട്ടുണ്ട് ചെല്ലണത് തന്നെ. ഇത് മെട്രോയിലൊക്കെ കയറുമ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കും. അതുപോലെ ലുലുവിലൊക്കെ പോകുമ്പോഴും നോക്കും. ഞാൻ പറയും ചെയ്തിട്ട് ഒരെണ്ണം മേടിക്കേ. ഇത് പൊട്ടാതെ ചെയ്തിട്ട് മേടിക്കോ. ഞാൻ അന്നൊരു ദിവസം ഇതിനെ കാണാണ്ട് പോയപ്പോഴേ ഒരെണ്ണം കാണാതെ ഭയങ്കര സന്തോഷമായിരുന്നു. ഫോഴ്സ് ചെയ്തോ പുതിയത് വാങ്ങൂല. അത് കഴിഞ്ഞ് കാറൊന്ന് ബാക്കിലോട്ട് എടുത്തപ്പോ ദേ കിടക്കണ ഒരെണ്ണം ഞങ്ങൾ പട്ടി എടുത്തുണ്ടോ എന്നാ വിചാരിച്ചത്. അപ്പൊ വീണ്ടും ഇത് എന്താ നമ്മള് ജൂനിയർ മാൻഡ്രിക്ക് പോലെ എങ്ങാണ്ട് വന്ന് തോന്നണു, ഒഴിയാബാധ പോലെ ഇങ്ങനെ പിന്തുടർന്നോണ്ടിരിക്കണേന്ന്. പിന്നെ ഒന്നും പറ്റണമില്ല, പൊട്ടണമില്ല, ഒന്നുമില്ല. അപ്പൊ നമുക്കിന്ന് പോയിട്ട് എന്തായാലും മേടിക്കാം. പക്ഷെ ഞാൻ അതിന്റെ അർത്ഥം ആലോചിക്കണേണ്, ഇത്രയും ക്വാളിറ്റിയുള്ള ക്രോക്സ്, ഡ്യൂപ്ലിക്കേറ്റ് ക്രോക്സ് ഒക്കെ കിട്ടുവോ അറിയില്ല. അപ്പൊ നമ്മളിപ്പോ പോണത് സ്റ്റുഡിയോയിൽ പോകാൻ നോക്കിട്ട് അന്നൊരു ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ പോവാട്ടാ. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പൊ പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോഴേ മിക്കവാറും ഈ ഗട്ടറിലൊക്കെ ചാടി ഒക്കെ എന്തായാലും അവിടെ ചെന്ന് ലച്ചുനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ലച്ചു വീട്ടിലിട്ട് പഠിക്കാണ്. ഓ ഭയങ്കര കൊതുക്. എന്താ കൊതുക് കടിച്ച് പറിച്ചെടുത്ത്. സമയം ഇപ്പൊ ഒരു 6:45 ഞങ്ങളൊരു 6 മണിക്ക് ഇറങ്ങാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇനിയിപ്പോ ഇവിടെ ചെറിയ ബ്ലോക്ക് ഈ വണ്ടിയാണ്. അവിടെ കുഞ്ഞു നാരോ റോഡാ. പിന്നെ ഈ വഴിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫുള്ള് വളവം തിരിവ്. ഈ വഴിയിലൂടെയാണ് ഞാന് വണ്ടി ഓടിച്ച് പഠിച്ചത്. പറഞ്ഞ ഇത്രയും വളവും തിരിവിലും വണ്ടി ഓടിച്ച് പഠിച്ച് നീ റെഡി ആവുകയാണെങ്കിൽ നീ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞാൻ അടിപൊളിയായി. ഫുൾ വളവാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫോണൊക്കെ അടിച്ച് പോണം. ചിലവരൊന്നും ഫോണൊന്നും അടിക്കില്ല. ഞാനൊന്ന് ചെയ്തെന്റെ ഫോണിലോട്ടൊന്ന് വിളിക്കട്ടെ. സ്റ്റുഡിയോയിൽ പോവാന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഞങ്ങള് പ്ലാൻ ഒന്ന് മാറ്റി. നമുക്കൊന്ന് പോത്തീസിൽ തന്നെ വരാന്ന് വിചാരിച്ചു. ചെയ്ത് തന്നെ എന്താന്നാവോ പോത്തീസിൽ തന്നെ വരാന്ന്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നല്ലേ വാങ്ങിയത്. അത്രയും ലാസ്റ്റ് ചെയ്തല്ല, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ചെയ്ത് തന്നെ ഇവിടെ വന്ന് വാങ്ങണതാ ഇഷ്ടം. അപ്പൊ എന്നാ ഇവിടെ തന്നെ വരാന്ന് വിചാരിച്ച് നമ്മള് വേഗം അകത്തോട്ട് കയറട്ടെ കേട്ടാ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ലച്ചു ഒന്ന് വിളിച്ചിട്ടുണ്ടായി. എപ്പോഴാ അമ്മയെ വരിക ആസ് യൂഷ്വൽ ചോദിക്കും. ഞങ്ങൾ എവിടെ പോണെങ്കിലും എവിടെ നമ്മളവിടെ ആക്കി പോണെങ്കിലും വേണ്ട എവിടെ പോണെങ്കിലും ചോദിക്കും, അമ്മ വേഗം വരുമോ, അമ്മ വേഗം വരുമോ. പഠിക്കാനൊക്കെ കൊടുത്തിട്ടാ. ഞങ്ങളുടെ കൂട്ടത്തില് വന്നൊന്നും ഉണ്ടായിരുന്നു, കൊണ്ടൊന്നുമില്ല. അത് 2 വീലറിനാ വന്നത്. 2 വീലറിന് ഇപ്പൊ 3 പേർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. റൂം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ വാങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നു. വന്നാ ലിഫ്റ്റ്
ചെയ്തിട്ട് അപ്പൊ അത് ഇവിടെ വന്നപ്പോ അവര് പറയണ്ടായി ഗ്രൗണ്ടിലാണ്. അന്നൊക്കെ ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. പാകമാണോ? പ്രത്യേകം വേണ്ട, 10 ചെയ്തത് 9 സൈസ് വേണ്ടത്. ഇത് മഴയത്തതാ, പക്ഷെ ഇത് കാല് വിട്ടുമായിരിക്കും. ആ കാലേ തൊലി പോവും. എവിടെ ഇത് എന്റെ പാകത്തിന് വേണ്ടിവരുമായിരിക്കും. ഇച്ചിരി കൂടി വലുത് വേണം. അമ്മയ്ക്കൊരു ചെരുപ്പ് നോക്കണേ കേട്ടോ, മുറ്റത്തിട്ടുണ്ട് തുടങ്ങാനായിട്ട്. കളറൊന്നും കുഴപ്പമില്ല. ഇച്ചിരി കൂടെ വലുത് വേണോ? വേണ്ട അല്ലേ? ഇതെനിക്ക് പാകം തന്നെയാണ്. ഒരു ടൈപ്പ് വീട്ടിൽ നിന്ന് ഇത്തിരി വലുതായാലും കുഴപ്പമില്ലല്ലോ. ഇതെങ്ങനെയുണ്ട്? ഇത് ഇത്തിരി കട്ടിയുണ്ട്. ഇത് കുറച്ച് വലുതോ? ആ ഇത് മതി വീട്ടിലിടാൻ അല്ലേ? ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല, പുറത്തേക്കല്ലല്ലോ. നോക്കിയ ബില്ലടിക്കണമെന്നെ നോക്ക്. ഇത് ആ ഡിസൈൻ ചെരുപ്പ് നോക്കി അമ്മയ്ക്ക് അത് ചിലപ്പോ ഇഷ്ടാവും. അപ്പുറത്തെ ആ വലിയത് ആ ഇത് കണ്ടോ, ഒരു പെയിന്റ് പോലത്തെ കുട്ടികളെ ഒന്നാണ്. അതിനെത്രയാ? അത് ഇട്ട് നോക്കണോ? ഒന്ന് എടുക്കണോ അത് അമ്മക്ക്? ചെയ്തന്നെ ഇത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അമ്മക്ക് ഇതെനിക്ക് നല്ല ഇഷ്ടമായി, കാരണം ഇതില് റയറല്ലേ. ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. മര്യാദക്ക് പറഞ്ഞ് സ്റ്റുഡിയോയിൽ പോവാന്ന് പറ്റൂല. ഇവിടെ വരണം. ഇപ്പൊ അത്രയും സമയം പോയി. എന്തായാലും അമ്മക്ക് കിട്ടിയതാ, അമ്മക്ക് അടിച്ചിട്ടുണ്ട്. അതെങ്കിലും ആവട്ടെ. അത് ഈ കുട്ടികളുടെ സ്കൂൾ തുറക്കുമ്പോ ഒരുപാട് കളക്ഷൻ വരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കണേന്ന്. സമയം അത്രയും പോയാ? ഫണ്ണല്ല, എനിക്ക് സമയമില്ല. ഇപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് സമയമില്ല. ഒരു മിനിറ്റ് കളയാൻ എനിക്ക് നേരമില്ല. കാരണം വീട്ടിൽ പോയിട്ട് കുറച്ച് വെറുതെ ഇരിക്കണം. നമ്മൾ പോണത് വടവന്ത്രയിലുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ പോണത്. ഇവിടെ പുതിയ ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നുണ്ട്. 24 hours ഉണ്ട് ഈ സലൂൺ. അതൊക്കെ ആൾക്കാർ ബാത്റൂം മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു. സ്റ്റുഡിയോ ഇല്ല. സ്റ്റുഡിയോ ഇനി എവിടെ എന്തോ റിനോവേഷൻ ആണെന്ന് തോന്നുന്നത്. ഇനി എവിടെ പോവും? അത് എടുക്കാം. വളഞ്ഞമ്പലത്ത് അടുത്ത ഇനി സ്റ്റുഡിയോ ഉള്ളത് വളഞ്ഞമ്പലത്താണ് കേട്ടാ. നമ്മൾ നോക്കിയപ്പോ കാണിക്കണം. ആ പാലിറങ്ങി കഴിയുമ്പോ തന്നെ നാച്ചുറൽ ഐസ്ക്രീമിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാട്ടാ.
അവിടെയാണ് കാണിക്കണത്. ഇവിടെ എന്തോ റിനോവേഷൻ കാരണം നമുക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അവിടെ പോയിട്ട് മേടിക്കണം. പിന്നെ ഞങ്ങൾക്ക് 2-3 ചെറിയ കാര്യം കൂടി വാങ്ങാനാണ്. എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. ഭാഗ്യത്തിന് മഴയില്ല. മഴ പെയ്യാഞ്ഞാൽ മതിയായിരുന്നു. വളഞ്ഞമ്പലത്തുണ്ടെന്നാണ് കേട്ടോ അടുത്ത സ്റ്റുഡിയോ എന്ന് കാണിച്ചത്. നമ്മള് ഗൂഗിൾ നോക്കിയപ്പോ പാലറിയും കഴിഞ്ഞ് നാച്ചുറൽസ് ഐസ്ക്രീം കഴിയുമ്പോഴത്തേക്കും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ചെന്ന് നോക്കാം. പിന്നെ നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി വാങ്ങിയിട്ട് വേണം നമുക്ക് ബീച്ചിലേക്ക് പോകാനായിട്ട്. സ്റ്റുഡിയോ ദൈവമേ ഇവിടെ കിട്ടുമോ? ഈ സ്റ്റുഡിയോയിലാണ് കേട്ടോ നമ്മള് വന്നേക്കണത്. വളഞ്ഞമ്പലത്തുള്ള സ്റ്റുഡിയോയില്. ഇവിടെ കിട്ടിയാ മതിയായിരുന്നു. എത്ര സ്ഥലത്ത് പോയി എന്നറിയോ? വയ്യ. പക്ഷെ നോക്കാം കയറിയിട്ട്. വിചാരിച്ചത് ഒരു ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പൊ എവിടേക്കാ പോണ്ടത് എന്താ ഒന്നും അറിയില്ല കേട്ടോ. അത് ഇവിടെയും ഗ്ലാസ്. എന്തായാലും പോയി നോക്കാം. ആ എനിക്കെന്തോ ഒരു ഇതായ പോലെ ക്ഷീണമായി. ചെയ്തന്റെ ഒരു ചെരുപ്പ് നോക്കി നടന്ന് എപ്പോഴാ ലുലുലൊക്കെ പോകുമ്പോ ഞാൻ പറയും വേണ്ട വേണ്ട വേണ്ട. ലുലു നല്ല ഭംഗികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ തന്നെ ലുലുലേക്ക് ഉണ്ടാവോ എന്തോ. ഇവിടെ കിട്ടിയാ മതിയായിരുന്നു. സെലക്ഷൻ കുറവാ. ചെയ്തിട്ടാ ഈ ടൈപ്പ് എങ്ങനെയുണ്ട്? ഏത് വേറെ എടുത്തതിന്റെ ഇതിപ്പോ ഏതാ സൈസ്? അത് 41, 42, 43 ബാക്കിൽ കിടപ്പുണ്ട്. ഇതേ നമ്മള് കുറച്ച് ഇങ്ങോട്ട് നോക്കിട്ട് ഇവിടെ വേറെ മോഡൽ ഉണ്ട് കേട്ടോ. തനിക്ക് എപ്പോഴും ഇങ്ങനെ കാണാൻ പോലത്തെ അത് നല്ലതാ. അത് എടുത്തോന്നാ ഏതാ ഇഷ്ടം നോക്കി എടുത്തോ. ഇനി അധികം സമയം കളയണ്ട. ഇത് മഴയത്ത് ഇടാനല്ലേ ഈ കൊല്ലം. അങ്ങനെ ഞാൻ പറയുന്നുണ്ട്. എന്താണ് ഇത് കേട്ടാ? ഇത് കുലുങ്ങണി ഫ്ലോറ് മൊത്തം. അവരോട് പറഞ്ഞ അവര് ഇതാക്കി തരൂട്ടാ. അതൊന്നും പറ്റൂല. അതെ അതും മറച്ചിടുന്ന സ്റ്റാൻഡ്. ആ പാൻറ് ഒന്ന് കയറ്റിയിടും. മേടിക്കണോ വെല്ലിച്ചനാവണേന്റെ? ആ ഷർട്ട് വയ്ക്കാൻ വരെ പണ്ട് ചെയ്തിട്ട് ലൈൻ ഷർട്ട് മാത്രമേ ഇടുള്ളൂ. ഒട്ടും അടിപൊളിയത് അല്ലേ? പണ്ട് പ്ലെയിൻ ഷർട്ട് ചെയ്തിട്ട് എന്റെ മുഖം എന്റെ ഫിഗർ. ഇതേ പോണോയ്ക്ക് ഞാനും പോട്ടെ. ഇതേ ഞാൻ നടന്നു തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കില്ലേ ഇവിടെ ഒന്നും മാറാനേ ഇല്ല. എന്ത് ഇന്ന് നേരമില്ല. ഇത് നോക്ക്. ഇത് ഭയങ്കര ഇതാണ്. നിഴലിങ്ങാണ്. അവിടെ നിക്കാൻ നോക്കട്ടെ. പോവല്ലേ? ഞാനെല്ലാം ഇങ്ങനത്തെ നീല പിടിക്കണം. എന്താ ഇതാ? ഇത് നിഴലടിയായിരിക്കും. ആണോ? നല്ലതായിരിക്കോ? ഇട്ട് നോക്കണോ? ഇതെങ്ങനെയുണ്ട്? ഇതൊരു രസല്ലേ? നോക്കട്ടെ. ഇപ്പുറത്തുണ്ട്. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് 500.
എന്നോട് എടുത്തോന്നല്ലേ സേതട്ടൻ പറയണേ. അപ്പൊ സേതന്ന് ഞാൻ എടുത്തില്ലെങ്കിൽ വിഷമാവൂ. ഇത് മതി, ഇത് രണ്ടൊന്നും ഇട്ട് നോക്കിയാ മതി. നല്ലതാണോ? ഏയ് ഞാൻ മറ്റതും കൂടി ഒന്ന് ഇടുകയല്ലേ, എനിക്കിത് ഇഷ്ടായി. അല്ലേ നല്ലത്. ഇത് എടുക്കണമെങ്കിൽ നീതി എടുക്കേണ്ടി വരും. ഇത് 299 ഉള്ളു. ഷേപ്പ് ഇല്ലല്ലോ ഇത്. മറ്റേ ഗ്രീൻ തന്നെ എടുക്കട്ടെ ഇത് കേട്ടാ. ഇതിന് സമയവും ഇല്ലല്ലോ. എനിക്ക് തന്നെ ഇതെല്ലാം കൂടെ ഞാൻ പറയണേ ചെയ്തേട്ടാ. തന്നെ അങ്ങോട്ട് ബില്ല് പറയണേ. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടാ. രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇതിലേക്കൊന്നും നോക്കണില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും മേടിക്കാം. നമ്മളിപ്പം മേടിച്ചേക്കുന്നത് 299 ഒരു ടോപ്പാണ് കേട്ടോ. ഞാനത് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരു 3-4 കൂടി വാങ്ങാന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ഇടാനും പിന്നെ വീഡിയോ ചെയ്യാലോ അതൊക്കെ ഇട്ട്. പിന്നെ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ലച്ചുവിനെ വിളിക്കാനൊക്കെ പോകാനും പിന്നെ ഓഫീസിൽ ഡെയിലി വെയർ ഒക്കെ ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല കംഫർട്ടാണ്. അപ്പം നലക്കി ഒന്ന് എങ്ങനെയെന്ന് നോക്കട്ടെ. എന്താ നല്ല രസമുണ്ട്. 199 ഉള്ളു. ഈ സൈഡ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാറെങ്കിലും നല്ല രസമുണ്ട്. എല്ലാം 79. ഇത് അടിപൊളി, നല്ല രസമുണ്ട് അല്ലേ. ഇത് ലച്ചുവിനൊക്കെ പറ്റി, ലച്ചുവിന് പറ്റിയ പല രസമുണ്ട്. നമുക്ക് ഗിഫ്റ്റ്സ് കൊടുക്കാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷൂവിൻ്റെ ഒക്കെ ഇത് എന്താ സ്റ്റുഡിയോയിലെ ഹാൻഡ് ക്രീമാണ് കേട്ടോ. അത് നമുക്ക് മോയ്സ്ചറൈസർ എന്താ ഹാൻഡ് ക്രീം. ഇതിൻ്റെ പല ഫ്ലേവറിലൂടെ ഇരിപ്പുണ്ട് കണ്ടോ. പ്രൈസ് എത്രയാന്ന് നോക്കട്ടെ. 79 രൂപയുള്ളൂ കേട്ടോ. അതിൻ്റെ പർപ്പിളും വന്നിട്ടുണ്ട്. ഇത്രയും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ ഞാനിതൊന്നും മേടിക്കുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ലിപ് ബാം. ഇതൊരു ഷെയ്ഡ്, ഇതൊരു ഷെയ്ഡ്, ഇതൊരു ഷെയ്ഡ്, പിന്നെ ഇതൊരു ഷെയ്ഡ്. ഇതെല്ലാം 49 റുപ്പീസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇത് യെല്ലോ, യെല്ലോ ഒരു ഷെയ്ഡ്. പിന്നെ വേറെ ഒരു പീച്ച് പോലത്തെ. അങ്ങനെ ഒട്ടും ഇതാവാതെ അറിയാതിരിക്കാൻ തോന്നുന്നു. എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് തീരട്ടെ എന്നിട്ട് മേടിക്കാം എന്ന് വിചാരിച്ചു. ചെയ്തണ്ണാണ് കേട്ടോ ബില്ലടിക്കണത്. എനിക്ക് വിശക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. എന്നെ വിളിക്കാതെ തന്നെ പോവാണ് കണ്ട. ഓ റോഡ് നനങ്ങി കിടക്കണേണ. മഴ പെയ്ത് എവിടെ അതാണ് നാച്ചുറൽസ് ഒന്നുമില്ല. അപ്പൊ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു സ്ലിപ്പറും മേടിക്കണം, വേറെ 2 സാധനങ്ങളും കൂടി മേടിക്കണം. അവരോട് ചോദിക്കാം. നമ്മൾ വെൽമാർട്ടിൽ കയറിയേക്കാനായിട്ടാ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഇത് അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഈ ചെരുപ്പ് വേണ്ട, ഇത് കളയാൻ പോവാണ് കേട്ടാ. ഇനി നമുക്കിതേ ഇനി ചെയ്തുകൊണ്ട് പുതിയ ക്രോക്സ്, ഡ്യൂപ്ലിക്കേറ്റ് ക്രോക്സ്. ഇതിന്റെ വിലയൊന്നും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ. ഞങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോ 800 ആന്നൊക്കെ കേട്ടാ വിചാരിച്ചത്. ഓൺലി 399 അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയില്ലേ. ഇനിയിപ്പൊ ചെയ്തുകൊണ്ട് 1 വർഷം ഉപയോഗിക്കാം അല്ലേ. നമ്മളിനി ഈ ചെരുപ്പ് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇതിന്റെ ചെരുപ്പിന്റെ അടിയൊക്കെ നോക്കിയേ. നല്ല ഇത് 400 റുപ്പീസിന് വേർത്താണ് അല്ലേ. നല്ല സ്റ്റൈലിഷും ആണ്. പിന്നെ സേതുവിന്റെ കാലിലൊന്നും അങ്ങനെ ചെളിയൊന്നും ആവൂല കേട്ടോ. ഭയങ്കര നീറ്റ് ആയിട്ട് വെക്കണ ആളാ. അപ്പൊ നമുക്ക് ഈ ചെരുപ്പ് നമ്മള്
വേസ്റ്റുകാർ വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇനി ഇതാണ് കേട്ടോ റെയിനി സീസണിൽ സേതുവേട്ടൻ്റെ ഫ്രണ്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ല അത് ഇട്ടാ പോരെ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് നിസാരം ബൈ രായി വരാം. ബൈ. നിങ്ങൾ ഇതുപോലെ ക്രോക്സ് തപ്പി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റും ചെയ്തോളൂ കേട്ടോ. എന്താണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ക്രോക്സ് ആണെങ്കിലും എന്താണെങ്കിലും വാട്ടെവർ. അങ്ങനെ കഴിഞ്ഞ മഴക്കാലം തുടങ്ങി എൻ്റെ കാലിന് സംരക്ഷണം ഒരുക്കിയ ഈ പാവം ചെരുപ്പിന് ഞാൻ വിട പറയുകയാണ്. ഗുഡ് ബൈ ചെരുപ്പ്, ഗുഡ് ബൈ.